നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ പോസ്റ്റാണ്. അതിനു മുൻപായിട്ട് ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ പക്ഷികൾക്ക് തീറ്റ പാത്രം ഏത് ടൈപ്പിലുള്ള തീറ്റ പാത്രങ്ങളാണ് വാങ്ങിക്കേണ്ടതെന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ വൃത്തിയാക്കാനും പക്ഷികൾക്ക് ഏറ്റവും നല്ലതും കൂടെ ആയിട്ടുള്ള പാത്രം സ്റ്റീൽ പാത്രമാണ്. ഏറ്റവും നല്ല പാത്രം സ്റ്റീൽ പാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പം. സ്റ്റീൽ പാത്രം നമുക്ക് കഴുകി വൃത്തിയാക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ മൺപാത്രങ്ങളെയോ മറ്റ് പ്ലാസ്റ്റിക് പാത്രങ്ങളെയോ അപേക്ഷിച്ച് ഇതിൽ പെട്ടെന്ന് അഴിഞ്ഞുകൂടിയിരിക്കുക. പക്ഷികൾക്ക് തീറ്റയും വെള്ളം വയ്ക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് പാത്രങ്ങൾ മാക്സിമം ഒഴിവാക്കുക. പ്ലാസ്റ്റിക് പാത്രങ്ങൾ നമ്മൾ തത്തകളെല്ലാം കടിച്ച് പൊട്ടിച്ച് കളയും. ഒന്ന് അത്. രണ്ടാമത് ഇതിൻ്റെ ഏതെങ്കിലും ചെറിയ പീസൊക്കെ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വയറിൻ്റെ ഉള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് പിന്നെ ഒരു ആപത്തായിട്ട് മാറും. മൺപാത്രങ്ങളിലും അലുമിനിയം പാത്രങ്ങളിലും പക്ഷികൾക്ക് കുടിക്കാനും അതുപോലെ കഴിക്കാനുള്ള ആഹാരം വയ്ക്കുമ്പോഴും അതിൻ്റെ സൈഡിലൊക്കെ ഒരു പൂപ്പലുണ്ടാകും. പൂപ്പലല്ല, പായൽ പിടിച്ചിട്ടുണ്ടാകും. പ്രത്യേകിച്ച് അലുമിനിയം പാത്രങ്ങളിലൊക്കെ ആണെങ്കിൽ കുടിക്കാൻ വയ്ക്കുന്ന വെള്ളത്തിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഒരു പായലിൻ്റെ ഒരു അതൊക്കെ ഉണ്ടാകും. പച്ച കളറിലൊക്കെ പായൽ പിടിച്ചിരിക്കും. അത് പക്ഷികൾ അത് കഴിച്ചു കഴിഞ്ഞാലും പക്ഷികൾക്ക് വയറിളക്കം പോലുള്ള അസുഖങ്ങളുണ്ടാകും. അപ്പോൾ മാക്സിമം നമ്മൾ ഈ അലുമിനിയവും മൺപാത്രങ്ങളും മാറ്റിയിട്ട് സ്റ്റീൽ പാത്രങ്ങളായാൽ നമുക്ക് കഴുകി വൃത്തിയാക്കാൻ കൂടെ എളുപ്പവും അതുപോലെ തന്നെ ആ പാത്രങ്ങൾ ലാസ്റ്റ് ചെയ്യും. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇതുപോലെ ഈ സൈഡുകളിൽ പാത്രങ്ങളുടെ സൈഡുകളിൽ ഈ പച്ച പായൽ അല്ലെങ്കിൽ ഫംഗസൊക്കെ ഒന്ന് പിടിക്കാതിരിക്കും. ഇന്നത്തെ സ്റ്റോക്ക് അപ്ഡേഷനിൽ ഒരു പേര് സൺകൊന്യൂർ ഉണ്ട്. DNA ഉള്ള മെയിൽ ഫീമെയിൽ സൺകൊന്യൂറാണ്. നല്ല അഡൽട്ട് ആയിട്ടുള്ളതാണ്. മെയിലിൻ്റെ ചെസ്റ്റിലും ബാക്ക് സൈഡും നല്ല റെഡ് ഉണ്ട്. ഇറങ്ങുന്ന കുട്ടികളൊക്കെ ഒരല്പം റെഡ് കളറിലുള്ള കുട്ടികൾ, അല്ലെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങുമ്പോൾ ഫെദർ വന്ന് തുടങ്ങുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ചെറിയ യെല്ലോ ഒക്കെ ബാക്ക് സൈഡ് കയറി വരുമ്പോഴും അതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ കിട്ടും. വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർ ഉടനെ ബ്രീഡിംഗ് ബോക്സ് വെക്കേണ്ട. ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ബ്രീഡിംഗ് ബോക്സ് വെച്ചാൽ മതി. വിരയ്ക്കുള്ള മരുന്നെല്ലാം കൊടുത്ത് കണ്ടീഷനാക്കി നിർത്തിയിട്ടുണ്ട്. എല്ലാ ആഹാരവും കഴിക്കും. അടുത്തതായി 3 പേര് ബ്ലാക്ക് ക്യാപ്പ് കൊന്യൂറാണ്. ബ്ലാക്ക് ക്യാപ്പ് കൊന്യൂറുകൾ നമ്മളെ മറ്റു കൊന്യൂറുകളെ പോലെ തന്നെ അതേ ബ്രീഡിംഗ് കേജ് സൈസ് മതി. അതേപോലെ ബ്രീഡിംഗ് ബോക്സും ഫുഡ് മെയിൻ്റനൻസും എല്ലാം നമ്മൾ സാധാരണ പൈനാപ്പിൾ അല്ലെങ്കിൽ സണ്ണ് ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന കൊന്യൂറുകൾക്ക് ചെയ്യുന്ന അതേ ഒരു ഫുഡ് മെയിൻ്റനൻസും കേജ് സൈസും ബ്രീഡിംഗ് ബോക്സും എല്ലാം അതേ ഒരു അളവിന് മതി. ഇവരല്പം ഒരു വേറെ വെറൈറ്റികളാണ് ബ്ലാക്ക് ക്യാപ്പ് കൊന്യൂറുകൾ. ഓൾമോസ്റ്റ് നമുക്ക് സണ്ണും പൈനാപ്പിളൊക്കെ കൂടുതൽ കിട്ടും. അതുപോലെ ബ്ലാക്ക് ക്യാപ്പ് എല്ലാ സമയത്തും നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. ബ്ലാക്ക് ക്യാപ്പ് കൊന്യൂറുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തലയുടെ മുകൾ ഭാഗം വരുന്ന ആ കറുപ്പും അതുപോലെ തന്നെ അതിൻ്റെ കണ്ണിൻ്റെ ഭാഗത്ത് വരുന്ന ആ വെള്ളയും ചിറകിൻ്റെ സൈഡിലുള്ള ഒരു റെഡ്, ബാക്കി ബാക്ക് സൈഡൊക്കെ വരുന്ന ഒരു തിളക്കം മാറുന്ന ഒരു പച്ച കളറും ചിറകിൻ്റെ സൈഡിൽ വരുന്ന ഒരു ചെറിയ കറുപ്പ് കളറൊക്കെയാണ്. കഴുത്തിൻ്റെ ഭാഗത്ത് നല്ല അഡൽട്ടായി വരുന്ന സമയത്ത്, ഏകദേശം ഒരു 2 വയസ്സായി വരുന്ന സമയത്ത് കറുപ്പും വെള്ളയും കലർന്നിട്ടുള്ള ലൈറ്റായിട്ട് ഒരു ആഷ് കളറോട് ചേർന്ന് വരുന്ന ഒരു ഡോട്ട് പോലെ ഉണ്ടാകും, ഒരു ഹാരം പോലെ ഉണ്ടാകും. അടുത്തതായി സൺകൊന്യൂർ ടേമഡ് ഒരു പെയറും 4 ഫീമെയിലും ഉണ്ട്. DNA ചെയ്തിട്ടുള്ള 3.5 മാസം പ്രായം കഴിഞ്ഞിട്ടുള്ള പെയറും 4 ഫീമെയിലുമാണ്. ആവശ്യമുള്ളവർക്ക് പെയറായിട്ടും എടുക്കാം, സിംഗിൾ ഫീമെയിലായിട്ടും കിട്ടും. എല്ലാം നല്ല ടേമഡാണ്, ഫുൾ കണ്ടീഷനാണ്. സൺകൊന്യൂറുകൾ ഈ ടേമഡ് സ്വന്തമായിട്ട് ആഹാരം കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 നേരം ഇപ്പോൾ ഹാൻഡ് ഫീഡിങ് കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹാൻഡ് ഫീഡിങ് നമ്മൾ 2 നേരം കൂടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നമ്മളായിട്ട് ഒരു ഇണക്കം ഉണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ ഒരു 2 നേരം ഹാൻഡ് ഫീഡിങ് ചെയ്യുന്നുണ്ട്. ബ്ലൂ സീരീസിൽ പെടുന്ന ഒരു പെയർ ബ്ലൂ പൈനാപ്പിൾ കൊന്യൂർ കൊടുക്കാനുണ്ട്. DNA ചെയ്തിട്ടുള്ള മെയിൽ ഫീമെയിലാണ്. ഏകദേശം 7-8 മാസം പ്രായമുള്ള ബ്ലൂ പൈനാപ്പിൾ കൊന്യൂർ പെയറാണ്. ഒരു പെയർ യെല്ലോ സൈഡ് കൊന്യൂർ കൊടുക്കാനുണ്ട്. ഏകദേശം 1 വയസ്സ് പ്രായമുള്ള മെയിൽ ഫീമെയിൽ DNA ചെയ്തിട്ടുള്ള പെയറാണ്. ഈ കൊടുക്കാനുള്ള എല്ലാ പക്ഷികളുടെയും വില വിവരം വന്നിട്ട് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്തേക്കും. അതുപോലെ എൻ്റെ വാട്സാപ്പ് നമ്പർ 95 62 01 83 91 എന്ന വാട്സാപ്പ് നമ്പറിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. എല്ലാ സ്ഥലങ്ങളിലോട്ടും ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്.